തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നു. KPCC പ്രസിഡന്റിന് പരാതി ലഭിച്ച ഉടൻ അദ്ദേഹം അത് DGPക്ക് കൈമാറുകയാണുണ്ടായത്. ജനമധ്യത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് പ്രധാനമെന്നും KC വേണുഗോപാൽ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരുന്നാണല്ലോ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതും ഇതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം AICC അംഗീകരിച്ചു. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അതിന് ഓരോ പേരുകളെടുത്ത് പറയാനുള്ള ഉദ്ദേശിക്കുന്നത് ആ സംഭവങ്ങളിലൊന്നും ആരും എടുക്കാത്ത ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം എടുത്തത്. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ മെലിഞ്ഞാലാണ്, അതായത് മറ്റൊരു പുതിയ ആരോപണം KPCC പ്രസിഡന്റിനെ കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തെ പോലീസ് DGPക്കാണ് അയച്ചു. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂഴ്ത്തിവെക്കുകയല്ല ചെയ്തു. അല്ലെങ്കിൽ അധികം ഏതെങ്കിലും നേതാക്കന്മാർ ഡിസ്കസ് ചെയ്തത് അദ്ദേഹത്തിന് കിട്ടിയ ആരോപണം 1-2 മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, CPM-ന്റെ അപ്പോൾ അവർ ഭരിക്കുന്ന അന്വേഷണം. അത് കഴിഞ്ഞ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിയിലെ പല തലങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അതുകൊണ്ട് ആ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞോട്ടെ, പിന്നെ നിങ്ങൾ പറയും. ഇത് അങ്ങനെ ആലോചിച്ചിട്ട് നേതാക്കന്മാരുടെയൊക്കെ തന്നെ കൺസൾട്ടേഷൻ നടത്തി തീരുമാനമെടുത്തു. ഈ തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത ഏറ്റവും വേഗത്തിലുള്ള തീരുമാനമാണ്. കേരളത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇതുപോലുള്ള തീരുമാനം കണ്ടിട്ടുണ്ട്. തീരുമാനമേ എടുക്കാറില്ല പല പാർട്ടികളും, സംരക്ഷിക്കുകയാണ് പതിവ്. സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി. ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല. കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ കാണാമല്ലോ, ജനം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാണ്. ജനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് സുപ്രധാന കാര്യങ്ങൾ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യത്തിൽ പാർട്ടിയുടെ കമന്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു, അതിന് എന്റെ മറുപടി കൂടുതലായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ. മറുപടി സസ്പെൻഷൻ ആയ സമയത്തും രാഹുലുമായി സഹകരിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ എതിർ പാർട്ടികളുടെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആരോപണം സസ്പെൻഷൻ ഒരു പേരിന് മാത്രമാണ്, കടലാസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, രാഹുലിനെ സംരക്ഷിക്കുന്നതാണ്. ഈ പുറത്താക്കിയാൽ അതെങ്ങനെയാണ് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗങ്ങൾ പുറത്താക്കുക. സസ്പെൻഷൻ അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് ഫലവീകരിച്ച കോൺഗ്രസിന്റെ ഭാഗമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ഏറ്റവും കടുത്ത ഒരു നടപടി തന്നെ. ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെയും വലിയ തരത്തില് അങ്ങനെ ഇപ്പോൾ ഓരോ ആക്രമണത്തിലും മറുപടി വരേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ ഇത് മാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സൈക്കിൾ ആക്രമണത്തിന്റെ പരിധിപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഈ കേസിലല്ല, മറ്റു പല കേസുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.